രാമനാണോ രാവണനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് രാമനെ അറിയാൻ പാടില്ല. രാമനെ അറിയത്തില്ലെന്ന് അതെങ്ങനെ ശരിയാണെന്ന് മനസ്സിലായില്ല. സീതയ്ക്ക് വേണ്ടാത്ത രാമനെ ഇന്ത്യക്കാര് ജയ് വിളിച്ചോളെന്ന് പറയുന്ന ആ കുശാഗ്ര ബുദ്ധി ഉണ്ടല്ലോ, അതാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്ന കാര്യം. ആരാണ് ഈ ശ്രീരാമൻ? ശ്രീരാമന്റെ പാരമ്പര്യമാണോ ഇന്ത്യയുടെ പാരമ്പര്യമെന്ന് തിരിച്ചു ചോദിക്കുവാനുള്ള ജനാധിപത്യപരമായ അവകാശം നമുക്കുണ്ട്. അതെ, വേറെ ഒരു പോരാളി തന്നെയാണ്. കാരണം ഇത്ര ധൈര്യത്തോടെ ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വത്തോട് അല്ലെങ്കിൽ സവർണ മേധാവിത്വത്തോട് പോരാടാൻ ഒരു ചങ്കൂറ്റം ഒരു ചെറുപ്പക്കാരൻ കാണിക്കുന്നുണ്ടെങ്കിൽ അയാൾ പോരാളി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വേടൻ പോരാളി അല്ലെങ്കിൽ വേടൻ ഒരു ചുക്കനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ലെങ്കിൽ അവനെ അങ്ങ് വിട്ടുകളഞ്ഞേക്കുന്നേ. അപ്പം നമസ്കാരം. അപ്പം വേടനാണ് ഇന്നും നമ്മുടെ കണ്ടന്റ്. രാവിലെ തന്നെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയപ്പോൾ വേടനെ കുറിച്ചുള്ള കണ്ടന്റുകൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 12 ലേറ്റസ്റ്റ് ഇന്റർവ്യൂകൾ വന്നിട്ടുണ്ട്. വേടന്റെ വീഡിയോ ക്ലിപ്പുകൾ എടുത്ത് റിയാക്ഷൻ ചെയ്ത ഒരു വീഡിയോ കൂടെ കണ്ടു. മിക്കപ്പോഴും നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ടാണ് റിയാക്ഷൻ ചെയ്യാറ്. എന്നാൽ ഇന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്ത ഒരാളുടെ ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. പട്ടികജാതിയിൽ ജനിച്ച കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിയില്ല. കാരണം അത് അവരുടെ DNA-യിലില്ല. ഈ പറഞ്ഞത് വേടനായതുകൊണ്ട് രക്ഷപ്പെട്ട്. അതേസമയം ഈ പറഞ്ഞത് സുരേഷ് ഗോപി ആയിരുന്നെങ്കിലോ? ഇത് വേടൻ റിപ്പോർട്ടർ ചാനലിൽ അരുണിന് മുമ്പിൽ നടത്തുന്ന ഒരു പ്രസ്താവനയാണ്. അതായത് പട്ടികജാതി കുട്ടികൾക്ക് പഠിക്കാൻ അവരുടെ DNA-യിൽ അത് പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞത് വേടനായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഇയാൾ പറയുന്നത്. ഇനി എങ്ങാനും സുരേഷ് ഗോപിയാണ് പറഞ്ഞിരുന്നെങ്കിലോ? സുരേഷ് ഗോപി ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ സുരേഷ് ഗോപിക്ക് ഏറെ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടത്തില്ലായിരുന്നു. അത് സത്യമാണ്. പക്ഷെ വേടൻ അത് പറയണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അതെന്താ നമുക്ക് നോക്കാം. ഈ പട്ടികജാതി പട്ടികവർഗ ആദിവാസി കോളനികളിൽ വരുന്ന പിള്ളേർക്ക് ഒരു ഒറ്റ വീട്ടിൽ പഠനമുറിയൊക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയുടെ അത്ര സംവിധാനങ്ങൾ ഉണ്ടാവില്ല. ഇവരെ പോലെ പഠിക്കാൻ കഴിവുണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ DNA-യിലില്ല. കറക്റ്റ്. അരുൺകുമാർ പറഞ്ഞതാ. ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ വ്യക്തി എന്താ മിണ്ടാതിരിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കാൻ മേലെ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വേടൻ അരുൺകുമാറിന് മുമ്പിൽ പറയുന്നത്. അതായത് സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം പോലെ ഞങ്ങളുടെ കുട്ടികൾക്ക് സാഹചര്യം ഉണ്ടായിരുന്നില്ല. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു വീട്ടിലെ കുട്ടിയാണെങ്കിൽ അവന് പഠിക്കാനുള്ള പഠനമുറി ഉണ്ടാവും. അവനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ആ വീട്ടിലുണ്ടാവും. പോരാത്തതിന് പുറത്ത് ട്യൂഷൻ വിടാനുള്ള സൗകര്യങ്ങളെല്ലാം അവർക്കും ഉണ്ടാവും. ഈ ഒരു സാഹചര്യം പട്ടികജാതി കുട്ടികൾക്ക് കാലാകാലങ്ങളായിട്ടില്ല. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ബാക്കി കേൾക്കാം. കഴിവുണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ DNA-യിലില്ല. കറക്റ്റ്. അരുൺകുമാർ പറഞ്ഞതാ. ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ വ്യക്തി എന്താ മിണ്ടാതിരിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കാൻ മേലെ. അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് യാഥാർത്ഥ്യം അറിയാം. അയാൾക്കും ആ വിഷയത്തെ പറ്റി ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അയാൾ മിണ്ടാതിരിക്കുന്നത്. എന്താണോ താൻ എന്നാ ഇങ്ങനെ പറയുന്നത്? ഒരു സമൂഹത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ എന്ന് എന്നാ ചോദിക്കാത്ത? ഈ വേടന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ 100 നാക്ക് കാണുമല്ലോ. എന്നാ ചോദിക്കാത്ത? ഡോക്ടർ ആണല്ലോ, ഡോക്ടർ അരുൺകുമാർ ആണല്ലോ. എന്നാ വായിക്കകത്ത് പിരിവെട്ടിയോ? ചോദിക്കത്തില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേടനോട് അങ്ങനെ ഒന്നും ചോദിക്കത്തില്ല ഇയാൾ. കാരണം വേടനെ ഇവിടെ ആർക്കും വിമർശിക്കാൻ പാടില്ലല്ലോ. വേടൻ പറയുന്നതെല്ലാം അപ്പാടെ വിഴുങ്ങണല്ലോ. വേടനെ ഇവിടെ വിമർശിക്കാൻ പറ്റരുതെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. വേടനും പറഞ്ഞിട്ടില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആരെയും ആർക്കും വിമർശിക്കാം. നമ്മുടെ ഭരണകർത്താക്കളെ പോലും നമുക്ക് വിമർശിക്കും. അതുകൊണ്ടാണല്ലോ താങ്കളും ഞാനും അടക്കമുള്ള ആളുകൾ ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്ത് പല ആളുകളെ വിമർശിക്കുന്നത്. എന്തുകൊണ്ടാണ് വേടൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞു തരാം. വേടൻ പറയുന്നത് ഈ പഠിക്കുക എന്നുള്ള കാര്യം ഞങ്ങളുടെ കുട്ടികളുടെ DNA-യിലില്ല. അതിന്റെ കാരണം കാലാകാലങ്ങളായിട്ട് ആദിവാസി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഒക്കെ വീടുകളിൽ ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ മാതാപിതാക്കൾ പുലരുന്ന സമയം മുതൽ രാത്രി വരെ അധ്വാനിക്കാനായിട്ട് കടന്നു പോകുന്ന ആളുകളാണ്. അവരുടെ ഉള്ളിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. വീട്ടിൽ ഇത്ര കുട്ടികളുണ്ട്, അവരുടെ വയറ് നിറയ്ക്കണം, അവരുടെ കണ്ണുനീര് കാണാൻ പറ്റത്തില്ല, അവരുടെ വിശപ്പിന്റെ നിലവിളി അടക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമാണ് ആ മാതാപിതാക്കളുടെ തലയിലുള്ളത്. അവരെ സംബന്ധിച്ച് ആ കുട്ടികളെ പഠിപ്പിക്കാൻ വിടണമെന്നോ അല്ലെങ്കിൽ ഏത് സ്കൂളിൽ വിടണം, ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടണോ, CBSE വിടണോ, അതോ കേരള സിലബസ് കിട്ടാൻ മതിയോ, അല്ലെങ്കിൽ ട്യൂഷന് വിടണോ, ഇങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള സമയം അവർക്കില്ല. കാരണം ആ വീട്ടിൽ എത്ര ആളുകളുണ്ടോ അത്ര ആളുകളുടെ വയറ് നിറയ്ക്കുക എന്നൊരൊറ്റ ചിന്ത മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളത്. ഇതിങ്ങനെ കാലാകാലങ്ങളായിട്ട് തലമുറകളായി കൈമാറി വരികയാണ്. അപ്പൊ ഇവരുടെ എല്ലാം ഉള്ളിലെ ഒരേ ചിന്ത, ഒരേ ലക്ഷ്യം ആ വീട്ടിലുള്ള അംഗങ്ങളുടെ വയറ് നിറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെ പഠിപ്പിക്കുക എന്നോ അവരെ പഠിപ്പിച്ച് വളർത്തുക എന്നുള്ള കാര്യത്തിൽ ചിന്തയൊന്നുമല്ല. ഒരു കുട്ടി അല്പം മുതിർന്നു കഴിയുമ്പം അവരെയും അതേ മാർഗത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവനെയും കൂലിവേലയ്ക്ക് പറഞ്ഞു വിടുകയാണ്. കാരണം അവനും കൂടെ പണിത് കഴിഞ്ഞാൽ അത്രയും കൂടെ ആ വീട്ടിൽ അന്നം ഉണ്ടാവും. അപ്പൊ ഈ ഒരു ചിന്ത കാലാകാലങ്ങളായിട്ട് അവരുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് വേടൻ പറഞ്ഞത് പഠിക്കുക എന്നുള്ള ഒരു DNA ഞങ്ങൾക്ക് തലമുറകളായിട്ടില്ലെന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റം വന്നു. നമ്മുടെ നാട് കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ടുണ്ട്. തൊഴിൽ സാധ്യതകൾ കൂടുതലുണ്ട്. കൂലിപ്പണിയാണെങ്കിൽ പോലും ആളുകൾക്ക് ദിവസവും കൂലിപ്പണിയുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ആ കാര്യത്തിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. പക്ഷെ വേടൻ പറയുന്നത് കാലാകാലങ്ങളായിട്ട് അവന്റെ തലമുറ അനുഭവിച്ചു വന്നിരുന്ന ഒരു വ്യവസ്ഥിതിയെ പറ്റിയാണ് അവൻ പറയുന്നത്. അതല്ലാതെ വേടൻ അവന്റെ ജാതി മുഴുവൻ അധിക്ഷേപിച്ചു, ഒരാൾക്കും പഠിക്കാൻ കഴിവില്ല, അവരുടെ DNA-യിലൊന്നും അതില്ല എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു അധിക്ഷേപിക്കലല്ല. പിന്നെ അതിൽ നിന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചില ആളുകൾ വളർന്നു വന്നിട്ടുണ്ട്. KR നാരായണനെ പോലുള്ള ആളുകൾ, IM വിജയനെ പോലുള്ള ആളുകൾ, PT ഉഷയെ പോലുള്ള ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള കുറെ ആളുകൾ അതിനിടയ്ക്ക് നിന്ന് വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ടോട്ടൽ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഒരു 85% ആളുകൾക്കും പട്ടികജാതി വിഭാഗങ്ങൾക്കും ആദിവാസി വിഭാഗങ്ങൾക്കും ഒക്കെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ സർക്കാർ തന്നെ ഒരുക്കുന്നുണ്ട്. എന്തൊക്കെയാണോ പ്രത്യേകിച്ചും ഫാൻസിന് വേടൻ എന്ത് പറഞ്ഞാലും അത് വേദവാക്യാണ്. നാളെ വേടൻ ഒരു വളി വിട്ടാലും ആ വാവ് എന്തൊരു സംഗീതാത്മകം, എന്തൊരു നല്ല വരികൾ എന്ന് പറയും ഉമ്മാര്.
വേടന്റെ പാട്ട് കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ പോകുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ വേടൻ വളിവിടുന്ന കാണാൻ പോകുന്ന കണ്ടിട്ടില്ല. ആ വേടന്റെ വളിക്കുള്ളിലും ഉള്ള വരികൾ തപ്പിപ്പോകുന്ന ആളുകൾ ഞങ്ങൾ കാണാറുണ്ട്. അവരെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ DNA യില്ലെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. അവനിങ്ങനെ ഈ കാര്യങ്ങൾ ഓർമ്മ വെച്ച് ഇത് പഠിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഞാനിത് കുത്തിയിരുന്ന് പഠിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. കുത്തിയിരുന്ന് പഠിച്ചിട്ട് തല കയറുന്നത് എൻ്റെ പൊന്ന് സുഹൃത്തെ, കുത്തിയിരുന്നിട്ട് തല കയറാത്തവർ ഇഷ്ടം പോലെയുണ്ട്. അതൊരു പ്രത്യേക ജാതിക്കാർക്ക് മാത്രമല്ല, ഏത് ജാതിയിൽപ്പെട്ടവരാന്ന് പറഞ്ഞാലും ബുദ്ധിയുള്ളവരും ഇല്ലാത്തവരുണ്ട്. അത് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല ഈ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം. ആ പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ സമ്മതിച്ചു തരാം. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ബുദ്ധി കൂടുതലുണ്ട്, കുറവുള്ളവരുമുണ്ട്, പഠിക്കാൻ കഴിവുള്ളവരുണ്ട്, കഴിവില്ലാത്തവരുമുണ്ട്. പക്ഷെ വേടൻ പറയുന്നത് അവന്റെ സാഹചര്യത്തെക്കുറിച്ചാണ്. വേടൻ പറയുന്നത് അവന്റെ മുൻ തലമുറകളെ കുറിച്ചുള്ള സാഹചര്യത്തെക്കുറിച്ചാണ്. അത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. അവരെ സംബന്ധിച്ച് ഒരു ദിവസം എങ്ങനെ തള്ളി നീക്കാമെന്നുള്ളതാണ്. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ, അവൻ മുതിർന്നു വരുമ്പോൾ അവനെയും കൂടെ കൂലിവേലയ്ക്ക് പറഞ്ഞു വിടാനാണ് ആ വീട്ടുകാർ ശ്രമിക്കുന്നത്. കാരണം ഒരാളും കൂടെ പണിതാൽ അത്രയും കൂടെ ആ വീടിനായി. അടുത്ത കുട്ടിയും വളർന്നു വരുമ്പോൾ അവനെ ഈ അവസ്ഥയിലേക്കാണ് പറഞ്ഞു വിടുന്നത്. കാരണം അവരുടെ സാഹചര്യം അതാണ്. താങ്കൾ പറയുന്ന പോലെ ഒരുപാട് പണമുള്ള വീട്ടിലെ കുട്ടികൾക്ക് ബുദ്ധിയില്ലാത്തവരുണ്ട്. അവർക്ക് എന്തെല്ലാം സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താലും തലയിലേക്ക് കയറാത്ത ആളുകളുമുണ്ട്. അതല്ല ഇവിടെ വേടൻ പറയുന്നത്. വേടൻ പറയുന്നത് അവൻ വളർന്നു വന്ന സാഹചര്യങ്ങളെക്കുറിച്ചും അവന്റെ മുൻ തലമുറയുടെ അനുഭവങ്ങളെക്കുറിച്ചുമാണ്. താങ്കൾ ഒന്നുമല്ലേ അംബേദ്കറിനെങ്കിലും ഓർക്കണ്ടേ? അതുപോ അംബേദ്കറിനെയൊക്കെ അയ്യങ്കാളിനെയൊക്കെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അവർക്കും ബുദ്ധിയില്ലെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇയാൾ അംബേദ്കറിന്റെ അയ്യങ്കാളിയൊക്കെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? അംബേദ്കർ ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ഒരുപാട് വിവേചനം അനുഭവിച്ചതാണ്. ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും അംബേദ്കറിന് പഠിക്കാനുള്ള സാഹചര്യം അവന്റെ വീട്ടിലുണ്ടായിരുന്നു. കാരണം അംബേദ്കറിന്റെ പിതാവ് ഒരു റെയിൽവേ ജീവനക്കാരനായിരുന്നു. അവനെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ വിവേചനം ഉള്ളതുകൊണ്ട് അംബേദ്കറിനെ നിലത്തിരുന്ന് പഠിക്കേണ്ടി വന്നു എന്നുള്ളത് തന്നെ ഉള്ളൂ. മഹാത്മാ അയ്യങ്കാളിയുടെ കുടുംബ പശ്ചാത്തലം പഠിക്കുമ്പോഴും മഹാത്മാ അയ്യങ്കാളിയുടെ പിതാവിനും കുറച്ച് ഭൂമിയൊക്കെ ഉള്ള ആളായിരുന്നു. മഹാത്മാ അയ്യങ്കാളിക്കും കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മനോധൈര്യവും നിശ്ചയദാർഢ്യവും ഒക്കെ മറ്റു പലരെക്കാളും കൂടുതലായിരുന്നുകൊണ്ട് അതിനൊക്കെ പടവെട്ടി അദ്ദേഹം മുന്നോട്ട് പോയി. പക്ഷേ മഹാത്മാ അയ്യങ്കാളിയും എഴുത്തും വായനയും പഠിച്ചിട്ടില്ല. പല ആശയങ്ങൾ. ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത്, പൂണൂലിട്ട് നടക്കുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ളത്. അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി എന്നൊക്കെ. സോറിയാണ്, തൃശ്ശൂർക്ക് ഒരു തെറ്റുപറ്റി. തൃശ്ശൂർക്ക് തെറ്റുപറ്റിയെന്ന് ഇയാളോട് ആരാ പറഞ്ഞു? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യമായിട്ട് പറയുന്ന ആളല്ല വേടൻ. ജോൺ ബ്രിട്ടാസ് ലോകസഭയിൽ പോയി ഇതേ സംഭവം തന്നെയാണ് പറഞ്ഞത്. തൃശ്ശൂർക്കാർക്ക് ഒരു തെറ്റുപറ്റി, അടുത്ത ടൈമിൽ ഞങ്ങളത് തിരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർ വേടൻ പറയുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ജോൺ ബ്രിട്ടാസ് മാത്രമല്ല, പല ആളുകളും ആവർത്തിച്ച് പലവട്ടം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അത്. അപ്പം ഇയാൾക്ക് സുരേഷ് ഗോപിനെ വിമർശിക്കാം, ആയിക്കോട്ടെ. പുള്ളി വിമർശനത്തിന് അതീതരൊന്നുമല്ല, ആയിക്കോട്ടെ. പക്ഷേ ഇയാളെ വിമർശിക്കാൻ പറ്റുമല്ലോ. ആര് പറഞ്ഞു വേടനെ വിമർശിക്കാൻ പറ്റുന്ന? ആരാണ് പറഞ്ഞത്? ഇപ്പം താങ്കൾ ഇവിടെ ഇരുന്ന് വേടനെ വിമർശിക്കുകയല്ലേ ചെയ്യുന്നത്? എത്ര ആളുകൾ വിമർശിക്കുന്നു. ഈ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ എത്ര ഇന്റർവ്യൂകളുണ്ട്. ശശികല വിമർശിക്കുന്നു, NR മധു വിമർശിക്കുന്നു, എത്ര ഇന്റർവ്യൂകൾ വേടനെ വിമർശിച്ചുകൊണ്ടുണ്ട്. അതിനകത്തെല്ലാം വന്ന് വേടൻ മറുപടി പറയുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്? ആർക്കും ആരെയും വിമർശിക്കാമെന്നേ, അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. വേടനെ വിമർശിക്കാൻ പറ്റത്തില്ലെന്ന് വേടനും പറഞ്ഞിട്ടില്ല, വേടന്റെ ഫാൻസും പറഞ്ഞിട്ടില്ല, വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇനി താങ്കൾ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. പിന്നെ ബാക്കി വേറെ സാധനങ്ങൾ, വേറെ ടെസ്റ്റും കൂടി ഉണ്ട്. ഇതിനും ടെസ്റ്റോ? അതും പോരട്ടെ. നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണ് എന്ന് വിചാരിക്കുന്നത് എന്താണ്? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണെന്നാണ് ചിലപ്പോൾ ഞാൻ വിചാരിച്ചത്. ഞാൻ പൊട്ടനാണ്. ഇനി പിറവിയാൽ ഒരു മനുഷ്യന് ഉന്നതയാകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ഇപ്പം പറഞ്ഞു. ഇതിന് മുമ്പ് എന്നാ പറഞ്ഞേ? പട്ടികവർഗത്തിൽ ജനിച്ച, അതായത് അതൊരു പിറവിയാണല്ലോ. പട്ടികജാതി വർഗത്തിൽ പിറന്ന ഒരാൾക്ക് ബുദ്ധി ഉണ്ടാകത്തില്ല, അയാളുടെ DNA അത് ഇല്ലെന്നാണ് മുമ്പേ പറഞ്ഞു വെച്ചത്. മനസ്സിലായോ? അപ്പോൾ പിറവിയാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഇതിന് മുമ്പ് പറഞ്ഞു. അപ്പോൾ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും പുള്ളി എന്നാ പറയുന്നത്? പിറവിയാൽ അങ്ങനെ ആകുന്നതെന്ന് ചോദിക്കുന്നു. ഇത് രണ്ടും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ മകനെ. ഇതിപ്പോൾ താങ്കൾ പറയുന്നതാണ് മനസ്സിലാവാതെ പോകുന്നത്. വേടൻ പറഞ്ഞ കാര്യം മനസ്സിലായി. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വേണം കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വേടന്റെ ഒരു 3 തലമുറ മുമ്പേ ഒരാൾക്ക് പഠിക്കാൻ സാഹചര്യമില്ല, അയാൾ കൂലിവേലയ്ക്ക് പോകുന്നു, കുടുംബം നോക്കുന്നു. അടുത്ത തലമുറ വരുമ്പോൾ അയാൾക്കും പഠിക്കാൻ സാഹചര്യമില്ല, അയാളും കൂലിവേലയ്ക്ക് പോകുന്നു, കുടുംബം നോക്കുന്നു. അടുത്ത തലമുറ വരുമ്പോൾ അവർക്കും പഠിക്കാൻ സാഹചര്യമില്ല, അയാളും കൂലിവേലയ്ക്ക് പോകുന്നു, കുടുംബം നോക്കും. ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടല്ലോ. ആ ജീവിത സാഹചര്യത്തിൽ അടുത്തൊരു തലമുറ വരുമ്പോഴും അവർ വിചാരിക്കുന്നതാണ് കൂലിവേലയ്ക്ക് പോകണം, കുടുംബം നോക്കണം. അവരെ സംബന്ധിച്ച് പഠിക്കുക അല്ല പഠനം എന്നൊരു സംവിധാനമില്ല. അതൊരു സാമൂഹിക പ്രശ്നമാണ്. അതിൻ്റെ ഇടയിൽ നിന്നും ചില ആളുകൾ ഇതിനെയൊക്കെ പോരാടി തോൽപ്പിച്ച് വിദ്യാഭ്യാസ രംഗത്തേക്ക് ശക്തമായിട്ട് വന്നവരുണ്ട്. അതിനൊന്നും നമുക്ക് എതിർക്കാനും പറ്റത്തില്ല. നിങ്ങളുടെ ദൈവം രാമനാണോ രാവണനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് രാമനെ അറിയാൻ പാടില്ല. രാമനെ അറിയത്തില്ലെന്ന് അതെങ്ങനെ ശരിയാണെന്ന് മനസ്സിലായില്ല. രാമൻ എന്ന് പറഞ്ഞ ആള് ഇന്ത്യയിലെ ഒരു സിനിമാ നടനും രാവണൻ എന്ന് പറഞ്ഞ വ്യക്തി ശ്രീലങ്കയിലെ ഒരു സിനിമാ നടനും അങ്ങനെയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. കാരണം ശ്രീലങ്ക കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയിലെ ഒരു പ്രമുഖ സൂപ്പർ സ്റ്റാറിനെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, അത് സ്വാഭാവികമാണല്ലോ. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് അഭിനയിച്ച ഒരു സിനിമ വരുമ്പോഴത്തേക്കും അയാൾ ആരാണെന്ന് നമുക്ക് അറിയാമല്ലോ. മനസ്സിലായോ? ഇതിന് വല്ലാത്ത ഉദാഹരണമായിപ്പോൾ അല്ല. ഇതിനകത്ത് തന്നെ രാമനെ അറിയാൻ, രാവണനെ അറിയാമെങ്കിൽ രാമനെ അറിയത്തില്ലെന്ന് പറയുന്നത് അത് മനഃപൂർവ്വമല്ലേ? ഞാൻ എന്നെക്കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ മാത്രമാണ്. നീ അങ്ങനെ വേടൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എത്ര സത്യസന്ധത ഉണ്ടെന്ന് അത് വേടന് മാത്രം അറിയത്തുള്ളൂ. ഒരുപക്ഷെ അത് അയാളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആവാം. ഇനിയിപ്പം ഹിന്ദുമതത്തിൽ ഏകദേശം 33 കോടി ദൈവങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ എത്ര പേരെ നമുക്കറിയാം? ഇനി മറ്റു മതങ്ങളിലെ ദൈവങ്ങളെക്കുറിച്ചോ അവരുടെ പ്രവാചകന്മാരെ കുറിച്ചോ
നമുക്കറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നമുക്കറിയാൻ പറ്റും. കുറച്ചുപേരെയൊക്കെ നമുക്കറിയായിരിക്കും, ഏതെങ്കിലും കഥകളിലൂടെയോ ചരിത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അവരെയൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അടുത്തറിയാം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കേട്ടറിവുകൾ മാത്രമായിരിക്കും നമുക്കുള്ളത്. എന്ന് കരുതി നമുക്കൊരാളെ കൃത്യമായിട്ട് അറിയണമെന്നല്ല. ഒരുപക്ഷെ രാമൻ എന്ന് കേട്ടിട്ടുണ്ടാവും, പക്ഷെ രാമനെ കുറിച്ചോ ചിലപ്പോൾ രാമന്റെ ജീവചരിത്രത്തെ കുറിച്ചോ കഥകളെ പറ്റി ഈ വേടൻ പഠിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ പഠിക്കാൻ ഇഷ്ടം തോന്നിയത് രാവണനായിരിക്കും. അത് അയാളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. രാമനെക്കുറിച്ച് വേടൻ അറിഞ്ഞിരിക്കണം എന്ന് നമുക്ക് നിർബന്ധിക്കാനൊന്നും പറ്റത്തില്ല. ആർക്കും ആരെ നിർബന്ധിക്കാൻ പറ്റത്തില്ല. അവരവർക്ക് ഇഷ്ടമുള്ള ആളുകളെ കുറിച്ച് അവരവർക്ക് പഠിക്കാം. എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ മാത്രമാണ്. നീ അങ്ങനെ കേൾക്കത്തുള്ളൂ മോനെ. എനിക്ക് തോന്നുന്നത് വേടൻ ചിലപ്പം ഈ സോഷ്യൽ മീഡിയയിലെ വീഡിയോ ക്ലിപ്പുകളൊക്കെ കണ്ടിട്ട് പറയുന്നതായിരിക്കും. വടക്കേന്ത്യയിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പള്ളി കയറി പൊളിക്കുക, പള്ളിയുടെ മുകളിൽ കാവിക്കൊടി കെട്ടുക, അതുപോലെ പശുമാംസം കടത്തിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ ആളുകളെ ഉപദ്രവിക്കുക, കൊല്ലുക, അങ്ങനെ പല സംവിധാനങ്ങളും വീഡിയോ ക്ലിപ്പുകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരുപക്ഷെ വേടനും അത് കണ്ടിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അവർ തെറ്റിദ്ധരിച്ചതായിരിക്കും. അതുപോട്ടെ, അതിനിടയ്ക്ക് നല്ല മനസ്സുള്ള നല്ല ഭക്തന്മാരുണ്ട്, രാമനെ ആരാധിക്കുന്നവരുണ്ട്, ജയ് ശ്രീരാം എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ജയ് ശ്രീരാം വിളിക്കുന്നത് കൊല്ലാൻ വേണ്ടി മാത്രമായിട്ടോ നീ കേൾക്കത്തുള്ളൂ. അല്ലാതെ ഭക്തന്മാരെങ്ങനെ വിളിക്കുന്നതൊന്നും നീ കേൾക്കാൻ സാധ്യതയില്ല. കാരണം താങ്കളുടെ ചെവി ഒരു വശത്തേക്കാണല്ലോ. ചെവി മാത്രമല്ല, കണ്ണും കാതും എല്ലാം ഒരു വശത്തേക്കാണല്ലോ ഇരിക്കുന്നത്. ഞാൻ അള്ളാഹു അക്ബർ വിളിക്കുന്നതോ ഭക്തി മൂത്തിട്ട് വിളിക്കുന്നവരും ഉണ്ട്. അല്ലാതെ കൊല്ലാൻ വേണ്ടി ചെയ്യുന്നവരും ഇല്ലേ? തീവ്രവാദ സംഘടനകളും ഈ അള്ളാഹു അക്ബർ വിളിച്ചിട്ട് തന്നെയല്ലേ പൊട്ടിത്തെറിക്കുന്നതൊക്കെ. അതെന്നെ കാണാത്തെ? ഈ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നത് ഇപ്പം വേടം പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്നൊന്നുമില്ല. ഈ ഒരുവിധപ്പെട്ട മലയാള സിനിമകളിലൊക്കെ ഒരു തീവ്രവാദ പശ്ചാത്തലം കാണിക്കുമ്പോൾ ഈ സംവിധാനം അവരോട് കാണിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. അതിനെപ്പറ്റി ഇനി വേടം പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്നൊന്നുമില്ല. കാണണ്ട. പക്ഷേ ജയ് ശ്രീരാം വിളിക്കുന്നത് കൊല്ലാൻ വേണ്ടി മാത്രമാണെന്ന് സംസാരിക്കുന്നത് ശരിയാണോ? ഈ RSSന്റെ ഈ സവർണ്ണ മേധാവിത്വത്തിന്റെ ആദ്യത്തെ എനിക്കിത് കേൾക്കുമ്പോഴാണ് മനസ്സിലാകാത്തത്. എനിക്ക് പറയുന്നുണ്ട് RSSന്റെ സവർണ്ണ മേധാവിത്വം. ഈ വേടൻ മാത്രമല്ല, കുറെ എണ്ണങ്ങൾ ഇവിടെ കടന്നുകൊണ്ട് ഇത് വിളിച്ച് പറയുന്നുണ്ട് RSSന്റെ സവർണ്ണ മേധാവിത്വം. അത് ഈ പറയുന്ന ആൾക്ക് മനസ്സിലാത്തതുകൊണ്ടാണ്. RSSന്റെ മുഖപത്രമൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ എടുത്ത് വായിക്കണം. RSSന്റെ മേധാവിയായ മോഹൻ ഭഗവതിന്റെ സ്റ്റേറ്റ്മെന്റുകളും അദ്ദേഹത്തിന്റെ രചനകളും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒക്കെ ഒരു മാറ്റം ഉണ്ടാകുമായിരിക്കും. വല്ലപ്പോഴും അത് എടുത്തൊന്ന് വായിക്കുക. ഈ സവർണ്ണൻ എന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്ന ആരൊക്കെയാണെന്നൊന്ന് വ്യക്തമാക്കി തരാമോ? നായർ, നമ്പൂതിരി, ഇതിനകത്ത് വിശ്വകർമ്മജരോ ഈഴവരോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇവർ മാത്രമുള്ളോ ഈ RSSലുള്ളോ? എനിക്ക് അറിവ് വെച്ചിട്ട് ഇതിനകത്ത് എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇവരെവിടെയാണ് ഈ RSSനകത്ത് സവർണ്ണർ മാത്രം എന്ന് പറയുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. സവർണ്ണ മേധാവിത്വം എന്ന് പറയുന്നത് ബ്രാഹ്മണനോ നമ്പൂതിരിയോ മാത്രമല്ല, അതൊരു മനോഭാവമാണ്. അതായത് തങ്ങളെക്കാളും താഴെയുള്ളവരുണ്ട്, അവർ താഴേക്കിടയിൽ നിന്നാൽ മതി, ഞങ്ങളെ തമ്പ്രാൻ എന്ന് വിളിച്ച് ഞങ്ങളെ അനുസരിക്കുന്ന ആളുകൾ വേണം. അത് RSSൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ടെന്ന്. ഇനിയിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം എടുത്ത് നോക്കാം. ഇപ്പം BJPയിൽ പട്ടികജാതി മോർച്ച, എന്നാൽ പിന്നെ അവരെ BJPക്കാരായിട്ട് എടുത്താൽ പോരെ. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ PKS, പട്ടികജാതി ക്ഷേമ സമിതി, എന്നാൽ പിന്നെ അവരെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഒറ്റ നിലയിൽ കണ്ടാൽ പോരെ. കോൺഗ്രസിലുമുണ്ട് ദളിത് കോൺഗ്രസ്. ഇതൊക്കെ സവർണ്ണ മനോഭാവങ്ങളുടെ ഭാഗത്തിൽ വരുന്നതാണ്. പക്ഷെ ഇതിന്റെ എല്ലാവരും മൂർത്തിഭാവം എന്ന് പറഞ്ഞ് വന്നു നിൽക്കുന്നത് RSSലാണ്. കാരണം കാലങ്ങളായിട്ടുള്ള ചരിത്രങ്ങൾ അതാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കത് നിഷേധിക്കാൻ സാധിക്കുന്നത്. പക്ഷേ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ സഹോദരൻ, നിങ്ങളുടെ കണ്ണും കാതുമാണ് ഒരു സൈഡിലേക്കുള്ളത്. മീഡിയ ഫണ്ടിലെ അടുപ്പ് കൂട്ടി ചർച്ചക്കാർ പിന്നെ ഇത് കേൾക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണല്ലോ. രാമൻ എനിക്കറിയില്ല, കൂളായിട്ടാണ് പറയുന്നത്. നമുക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഈ ഹിന്ദുത്വ മോഡി ഭരിക്കുന്ന ഇന്ത്യയിൽ നിന്ന് മീഡിയ ഫണ്ടിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട. ആ കാര്യം ഞാൻ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ട്. അവരുടെ ഒരു പോക്ക് ഒരു പ്രത്യേക റൂട്ടിലൂടെ തന്നെയാണ്. എൻ്റെ പൊന്നണ്ണ, ഇത് ഇന്ത്യയാണ്, ഭരിക്കുന്നത് RSS ആണ്, BJP ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വേടനെ പോലുള്ളവർക്ക് പറയാൻ സാധിക്കുന്നത്. അതെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടേ? ഇത് വേറെ എവിടെയെങ്കിലും ചെന്നിട്ട് ഇങ്ങനെ പറയുവാണെങ്കിലോ? ഇത് ഇന്ത്യയാണ്, ഇവിടെ നിന്ന് പറയാം. നിങ്ങൾ ഈ പറയുന്ന അസഹിഷ്ണുതയോ മാങ്ങാത്തുലിയോ വല്ലതും ഉണ്ടായിരുന്നെങ്കിലോ എന്ത് സംഭവിച്ചേനെ? ഇവർക്ക് പേടിയില്ല, അത് മനസ്സിലായോ? വേടനെ പോലുള്ളവർക്ക് ഇവർക്ക് RSSനെയോ BJPനെയോ ജയ് ശ്രീരാം വിളിക്കുന്നത് കൊല്ലാൻ വേണ്ടിയാണെന്നോ എന്ത് വേണേലും പറയാം. കാരണം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അവന് പച്ചയ്ക്ക് അറിയാം, കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് പുള്ളിക്ക് ഇത് പറയാനായിട്ടുള്ള ധൈര്യം. അത് മനസ്സിലാക്കുക. കാരണം വേടനെ പോലുള്ള ആളുകൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. എനിക്കിനി വേടനോട് ചോദിക്കാനുള്ള ചോദ്യം, വേടന ധൈര്യമുണ്ട് ഇത് കേരളത്തിൽ നിന്നല്ലാതെ ഏതെങ്കിലും വടക്കേന്ത്യൻ സംസ്ഥാനത്തിൽ പോയി കൊണ്ട് പറയാമോ? വേടന്റെ പൊടി പോലും പിന്നെ മിച്ചം കാണത്തില്ല. ഉള്ളിലൊരു ഫയറുണ്ട്, പോരാടാനൊരു വലിയ ആശയമുണ്ട്, പോരാടുന്നത് ഒരു വലിയ ആശയത്തിനെതിരെയാണ്. ഇതിനിടയിലൊക്കെ പ്രണയിക്കാനൊക്കെ എവിടുന്ന സമയം കിട്ടിയത്? വലിയ പോരാളികളെല്ലാവരും പ്രണയിച്ചിട്ടുള്ള ആൾക്കാരല്ലേ പക്ഷേ? അയ്യാ, വലിയ പോരാളികളെല്ലാം പ്രണയിച്ചിട്ടുള്ള ആൾക്കാരല്ല മാഷേന്ന്. പോരാളി എന്ന് സ്വയമായിട്ട് അങ്ങ് പറഞ്ഞേക്കും. എന്ത് പോരാളി? ചെയ്യാനുള്ളതല്ല അയ്യങ്കാളിനെ പോലുള്ളവരും അംബേദ്കറിനെ പോലുള്ളവരൊക്കെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർന്നു. നീ ഇവിടെ തന്നെ ചെയ്യാനുള്ള പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ആദ്യം ഇവിടെ ഒരു കുത്തിത്തിരിപ്പുണ്ട്. വേടന്റെ പ്രോഗ്രാം കാണാൻ 10,000-കണക്കിന് ആളുകളുണ്ട്. വേടൻ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അതിനെ വിമർശിക്കാൻ 1000-കണക്കിന് ആളുകളുണ്ട്, താങ്കളടക്കം. എത്രയോ ഇന്റർവ്യൂകൾ, എത്ര വീഡിയോ വേടനെതിരെ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. വേടന്റെ പാട്ടിലെ വരികളെ കീറി മുറിച്ച് വിശകലനം നടന്ന ഒരുപാട് ആളുകളില്ലേ? എത്ര ആളുകളുണ്ട്. അപ്പോൾ വേടനെ ശ്രദ്ധിക്കുന്ന, വേടന്റെ വാക്കുകളിലെ പൊളിറ്റിക്സിനെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അതിനപ്പുറം ഇന്ത്യയിലേക്ക് അത് പടർന്നു പിടിച്ചിരിക്കുകയാണ്. അതെ, വേടനൊരു പോരാളി തന്നെയാണ്. കാരണം ഇത്ര ധൈര്യത്തോടെ ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വത്തോട്
അല്ലെങ്കിൽ സവർണ മേധാവിത്വത്തോട് പോരാടാൻ ഒരു ചങ്കൂറ്റം ഒരു ചെറുപ്പക്കാരൻ കാണിക്കുന്നുണ്ടെങ്കിൽ അയാൾ പോരാളി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വേടന്റെ പ്രോഗ്രാമിൽ 10,000-കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേടന്റെ പാട്ടുകളെ ആളുകൾ വിശകലനം ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് വേടന്റെ പാട്ടിലെ വരികളിലെ രാഷ്ട്രീയത്തെ കണ്ടെത്താനും അതിനെപ്പറ്റി നിരവധി വിശകലനങ്ങൾ നടത്തുവാനും ദിവസം തോറും എത്ര ഇന്റർവ്യൂകളാണ് വേടനെ കുറിച്ച്. അങ്ങനെയാണെങ്കിൽ വേടൻ പോരാളി അല്ലെങ്കിൽ വേടൻ ഒരു ചുക്കനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ലെങ്കിൽ അവനെ വിട്ടുകളഞ്ഞേക്കുന്നത്. പിന്നെ എന്തിനാണ് വേടനെ പോലെയുള്ള ആളുകളുടെ പിന്നാലെ ഈ രാവും പകലും ഇല്ലാതെ ആളുകൾ ഇങ്ങനെ വിമർശനമായിട്ട് ഒഴുകിയെത്തുന്നത്? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയില്ലേ വേടൻ ഒരു പോരാളിയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.